ഈ കല്ല് വെച്ച നോണ എന്ന് പറയത്തില്ലേ, അതേപോലെയാണ് ഈ പറയുന്ന കഥ. അതായത് ഒരു സമൂഹ മാധ്യമം വഴി നമ്മുടെ സമൂഹത്തെ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കല്ല് വെച്ച നോണയാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. വിഷയം വേറൊന്നുമല്ല, പോക്സോ കേസ് പ്രതിയായ ഫിലിപ്പ് മാമ്പാടിന്റെ ഭാര്യ, അതായത് മുൻ ഭാര്യയും മക്കളും രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ സമൂഹത്തിന്റെ മീഡിയ വഴിയാണ് ഇവർ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഓർക്കണം, അപ്പൊ ഈ കേസിന്റെ ഗതി എങ്ങോട്ടാ പോകുന്നത് എന്നുള്ള കാര്യം. അതായത് സംഭവത്തിന്റെ തുടക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിലിപ്പ് മാമ്പാടിന്റെ ഫാമിലി ഇയാളുടെ കൂടെയില്ല, ഫാമിലി സപ്പോർട്ട് ഇല്ല എന്നൊക്കെ പറയുന്ന ഒരു കുറച്ച് ന്യൂസൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മൊത്തം ഇങ്ങനെ പടർന്നിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. സോ അത് തെറ്റാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ഫാമിലി മുമ്പിൽ വന്നിരിക്കുന്നത്. ആ വിഷ്വല് നമുക്കൊന്ന് കണ്ടുവെക്കാം. കൂടെയുണ്ട് എന്ന് തന്നെ ഒരു വലിയ സന്ദേശമാണോ നൽകുന്നത്? അതെ, ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 23 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മാനസികമായിട്ടും ഞങ്ങൾ വളരെയധികം തളർന്നിരിക്കുകയാണ്. ഞങ്ങളെ വീണ്ടും വീണ്ടും തളർത്തരുത് എന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ള പ്രചാരണങ്ങളാണ്. എനിക്കൊരു ബിസിനസ് ഉണ്ട്, അതിൻ്റെ കാര്യത്തിന് ഞാൻ പോയിട്ട് ഞാൻ തിരിച്ചു വരാറുണ്ട്. അവിടെ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ നിൽക്കും. അത് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും. പിന്നെ എല്ലാവരും പറയുന്നത് കുടുംബ പ്രശ്നങ്ങൾ, എല്ലാ വീട്ടിലുള്ള കുടുംബ പ്രശ്നങ്ങൾ പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലും ഉണ്ട്. അതിപ്പോൾ ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിലും കാണും, അത് സ്വാഭാവികമല്ലേ. കുടുംബത്തിൽ പ്രശ്നമില്ലെങ്കിൽ കുടുംബം ഇല്ല, അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. ഈ വീഡിയോ ഇന്ന് ഇവർ ന്യൂസ് 18 എന്ന് പറഞ്ഞ ചാനൽ വഴി വന്ന് കളിച്ച ഒരു നാടകമാണ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതായത് ഈ സ്ത്രീയുടെ ഡിവോഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യം കൂടെയാണ് നിങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ OP നമ്പർ 743/2024 നിങ്ങൾ കൊടുത്തിരിക്കുന്ന കോടതിയിലെ മൊഴി പ്രകാരം 22/8/2020 മുതൽ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ പിരിഞ്ഞു താമസിക്കണം. അങ്ങനെ പറഞ്ഞ ഗ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഡിവോഴ്സ് ആണ് ഈ ഇരിക്കുന്ന പേപ്പർ. കണ്ടില്ലെങ്കിൽ ഒന്ന് കാണിച്ചു, ഇതാണ് നിങ്ങളുടെ ഡിവോഴ്സ്. ഇതും തലതിരിഞ്ഞായിരിക്കും കാണുന്നത്. കുഴപ്പമില്ല, ചേച്ചിക്കെങ്കിലും അറിയാലോ എന്നുണ്ടേ. ഇത് നിങ്ങളുടെ തന്നെ ഡിവോഴ്സ് ആണ്. ഫിലിപ്പ് സാറിന്റെ വൈഫിനെ ഒരു 3-4 കൊല്ലമായിട്ട് നിങ്ങളുടെ കൂടെയല്ലേ താമസിക്കുന്നത്? എന്റെ കൂടെയാണ്, ഞങ്ങള് ലിവിംഗ് ടുഗദറായിട്ട് കഴിയുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ടില്ല, പക്ഷെ അവർ ഡിവോഴ്സ് ആയ സ്ത്രീ അല്ലേ 2020? അതെ അതെ, ഡിവോഴ്സ് ആണ് അവര്. അതുകൊണ്ടാണ് എന്റെ കൂടെ നിർത്തിയാണ്. ഓഹോ, ഡിവോഴ്സിന് മുമ്പ് നിർത്തിയാണോ ഡിവോഴ്സ് കഴിഞ്ഞ് നിർത്തിയാണോ അവരെ? ഡിവോഴ്സിന് ശേഷമാണ്. ഡിവോഴ്സിന് മുമ്പ് 4 കൊല്ലം എന്റെ കൂടെ. ഇതുവഴി എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ചാനലുകാരും? ഇവരൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സമൂഹത്തിനെ ഒന്ന് പൊട്ടന്മാരാക്കാം എന്നാണോ ചിന്തിക്കുന്നത്? മാധ്യമങ്ങൾ എപ്പോഴും മാധ്യമധർമ്മം എന്നത് മറന്നുപോയിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നണം അല്ലെ? എന്തിനു വേണ്ടിയാണ് ഇവർ ഇതുപോലുള്ള ഒരു പച്ചക്കള്ളം നമ്മുടെ മുന്നിൽ വന്ന് ഇട്ട് തന്നിരിക്കുന്നത്? ഇവര് 3-4 വർഷമായിട്ട് മറ്റൊരാളുടെ കൂടെയാണ് താമസിക്കുന്നത്, എന്നിട്ടാണ് ഇവർ ഇതുപോലുള്ള പച്ചക്കള്ളം വന്ന് പറഞ്ഞിരിക്കുന്നത്. ശരിയായിരിക്കും, ചിലപ്പോൾ ഇവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കാം വന്ന് പറഞ്ഞത്. ഓക്കെ, സമ്മതിക്കാം. പക്ഷെ എന്തിനാണ് ഇതുപോലെ 23 വർഷമായിട്ട് ഞങ്ങൾ കൂടെ താമസിക്കുകയാണ്, ഞാനൊരു ബിസിനസിന്റെ ഭാഗമായിട്ട് പോയി വന്ന് ആണ് ജീവിക്കുന്നതൊക്കെ പറയണേ? എന്ത് കാര്യം ഇരിക്കണേ? എന്തിനാ ഇതുപോലെ? നിങ്ങൾ ആരെയാണ് ഈ തെറ്റിദ്ധരിപ്പിക്കാൻ നിൽക്കുന്നത്? അത് ഞാൻ ഇവരെയും പറയും, ഇവർക്ക് ഒത്താശ ചെയ്ത് കൊടുത്ത ഈ ചാനലിനെയും പറയും. ഈ ഫിലിപ്പ് മാമ്പാടിന്റെ കേസില് ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. ഞാൻ ഈ കേസിന്റെ ഉൾവശങ്ങളോട്ടൊന്നും കടക്കുന്നില്ല, കാരണം ഇതിപ്പോ കോർട്ടിലാണല്ലോ നിൽക്കണം. അപ്പൊ നമ്മൾ അതിനകത്ത് കൂടുതൽ അഭിപ്രായങ്ങൾ പറയുന്നത് ശരിയല്ല. ഈ പീഡിപ്പിക്കപ്പെട്ട ഈ 16 വയസ്സുകാരിയുടെ മാതാപിതാക്കളെ ഞാൻ കുറ്റം പറയും. എന്താ അർത്ഥത്തിലാണ് ഒരു പുരുഷന്റെ കൂടെ, ഒരു അന്യ പുരുഷന്റെ കൂടെ ഈ കുട്ടിയെ കൊണ്ട് താമസിപ്പിക്കുകയൊക്കെ ചെയ്തത്? നിങ്ങൾ പാരന്റ്സിനെയും കുറ്റം പറയും. ഒരിക്കലും അങ്ങനെ ഒരാളും ചെയ്യാൻ പാടില്ല. ആ കുറ്റം നിങ്ങളും ചെയ്തിട്ടുണ്ട്, അയാളെ മാത്രം കുറ്റം പറയില്ല. അയാള് ചെയ്ത് തെറ്റെന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തെ തെറ്റാണ്. അത് നമുക്കൊന്നും തന്നെ പറയാൻ പറ്റില്ല. കാരണം ഒരു സമൂഹ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഇതുപോലെ മോട്ടിവേഷൻ കൊടുത്ത് മതാചാരങ്ങളെ വെച്ച് അവരെയും കയ്യിലെടുത്ത്, എന്നിട്ട് ഇയാൾ മോട്ടിവേഷനിലൂടെ ആൾക്കാരെ ചാക്കിട്ട് പിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇയാളുടെ തന്ത്രമൊക്കെ എന്ന് പറയുന്നത് ഒരു അപാര തന്ത്രം തന്നെയാണ്. ഇനിയും ഇതുപോലത്തെ മണ്ടന്മാരായ പാരൻസ് ഉണ്ടെങ്കിൽ ഇനിയും മണ്ടനാകാനായിട്ട് ഇങ്ങനെ നിന്നു കൊടുക്കരുത്. അത് എത്ര വലിയ മോട്ടിവേഷൻ സ്പീക്കർ ആണെന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ എത്ര പേരെ പിടിച്ചോണ്ടിരിക്കും. മുരാരി തന്ത്രി, അടുത്ത ഫിലിപ്പ് മാമ്പാട്, എത്ര ആൾക്കാരെ. നിങ്ങളൊക്കെ ഈ യുഗത്തിലല്ലേ ജീവിക്കുന്നത്? എനിക്കതാ മനസ്സിലായത്. നിങ്ങളിപ്പോൾ ഇവർക്ക് സപ്പോർട്ട് നിൽക്കുന്നുണ്ടല്ലോ ഇദ്ദേഹത്തിന്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്കുള്ള ഒരു മകളെ പോലെ തന്നെ ഒരു പെൺകുട്ടിയാണ് ഇപ്പുറ സൈഡ് നിൽക്കുന്നത്, അതും പ്രായപൂർത്തി ആവാത്തൊരു പെൺകുട്ടി. ആ കുട്ടിയുടെ അവസ്ഥയും കൂടി നിങ്ങളൊന്ന് ആലോചിക്കണം. ആ കുട്ടിയുടെ മാനസിക വൈകല്യത്തിനാണ് ഇയാൾ മുതലെടുത്തിരിക്കുന്നത്. അതും കൂടി നിങ്ങൾ ആലോചിച്ചിട്ട് വേണം ഇതുപോലുള്ള ഫ്രോഡ് നാടകങ്ങൾക്കൊക്കെ ഇറങ്ങി പുറപ്പെടാനായിട്ട്.